വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിനോട് മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി വിൽക്കാൻ അദാനിക്ക് എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് പിണറായി ചോദിച്ചു. അദാനിയുമായി അത്ര അടുപ്പമുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷം കഴിഞ്ഞാൽ 74% ഓഹരി വിൽക്കാമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ അവകാശവാദം. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിലും കരിമണൽ ഖനനത്തിലും ആരോപണം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതേസമയം അദാനിയുമായുള്ള കരാറിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം. അദാനിയുടെ നടപടിയിൽ മുഖ്യമന്ത്രി അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. വിവാദമായതോടെ വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപം എത്തുന്നത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണെന്ന നിലപാടിൽ നിന്ന് CPIM മുഖപത്രം U-ടേൺ അടിച്ചു. സർക്കാരിനോട് മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി വിൽക്കാൻ അദാനിക്ക് സാധിച്ചത് എങ്ങനെ? കേവലം ഒരു അതൃപ്തി രേഖപ്പെടുത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്നതാണോ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രതികരണം? കാണാം RDX റാങ്ക്. വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ 74% ഓഹരി വിൽക്കാം എന്ന ധാരണ കരാറിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അദാനി സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. നിലവിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഓഹരി കൈമാറുന്നതിനായി അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് അദാനി പോർട്ടിന്റെ വിശദീകരണം. എന്നാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ അദാനി MSC ഓഹരി കൈമാറ്റത്തിൽ ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഓഹരി കൈമാറ്റം സർക്കാർ അറിഞ്ഞിരുന്നുവെന്നും അദാനിയുടെ നിയമവിരുദ്ധ നീക്കത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി വിൽക്കാൻ അദാനിക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസിനകത്തും സംശയങ്ങളുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിലും പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചു. നികുതി നിർദ്ദേശമുള്ള ധനബിൽ ഒളിച്ചു കടത്തിയെന്നും ബക്കാഡിക്ക് വേണ്ടി അനാവശ്യ ധൃതിയും വാശിയും മുഖ്യമന്ത്രി കാണിച്ചെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കരിമണൽ ഖനനത്തിലും നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ആരോപണമുയർത്തി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. RDX റാങ്ക് ന്യൂസ് മലയാളം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്കാണ്. മുൻകൂർ അനുമതി വാങ്ങാതെ ഓഹരി വിൽക്കാൻ അദാനിക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് ചോദിച്ചു. സർക്കാരുമായുള്ള കരാറിന്റെ ലംഘനമാണ് നടന്നതെന്നും ഇനി സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നും പിണറായി വിജയൻ ചോദിച്ചു. അതിലേക്ക് that the company has entered into share purchase and subscription agreement on June 29th. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് പറയുന്നിടത്ത് ആ അനുമതി ഇല്ലാതെ ഇത്തരമൊരു നീക്കത്തിന് അവർക്കെങ്ങനെ ധൈര്യം കിട്ടി? അപ്പോൾ ഏതോ തരത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അദാനിയുമായി ഇത്ര അടുപ്പമുള്ള സതീശൻ ഓഹരി കൈമാറ്റം അറിഞ്ഞില്ല എന്നത് അവിശ്വസനീയമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അദാനിയുടെ ഓഹരി കൈമാറ്റം വിഴിഞ്ഞത്തേക്ക് പുതിയ വിദേശ നിക്ഷേപം എത്തിക്കുന്നതല്ലെന്നും ലാഭം ഉണ്ടാകുന്നത് അദാനിക്ക് മാത്രമെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. അദാനിയുമായി ബന്ധപ്പെട്ട് തന്നെ ബാംഗ്ലൂർ യാത്ര സംഘടിപ്പിച്ച വിവിധ ഡീലുകൾ അതിൻ്റെ തുടർച്ചയിൽ വൈറ്റ് പേപ്പറിൽ ഉൾപ്പെടെ കൂട്ടിച്ചേർത്ത സ്വകാര്യവൽക്കരണത്തിൻ്റെ പ്രത്യേക നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന മുഖ്യമന്ത്രിക്ക് പത്രങ്ങളിലൂടെ മാത്രമേ ഈ കാര്യം മനസ്സിലാക്കാനായിട്ടുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കുന്നതോ ഉൾക്കൊള്ളാൻ കഴിയുന്നതോ ആയ ഒന്നല്ല. ഒരു കമ്പനി എന്ന നിലയിൽ അദാനി കമ്പനിക്ക് അവർക്ക് കുറച്ചേറെ പണം വന്നു. അവരുടെ കയ്യിലുണ്ടാകുന്ന റൈറ്റ് ഷെയർ വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടായി. വലിയ ലാഭം ഉണ്ടാകുന്ന ബിസിനസ്സുകളാണല്ലോ ഇതൊക്കെ. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അതൊരു പുതിയ നിക്ഷേപമായിട്ട് പണമായിട്ട് അവിടെ വരുന്നതല്ല. കാരണം കമ്പനിയുടെ ഓണർഷിപ്പിനകത്തുള്ള പാർട്ടിസിപ്പേഷന് വേണ്ടി പണം കൊടുത്തതാണ്. ഈ നിക്ഷേപം ഇപ്പോൾ പത്രവാർത്തകളിൽ വരുന്ന പോലെ അതൊരു ഓഹരി ട്രാൻസ്ഫറാണ്, അല്ല അതൊരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നതല്ല. കമ്പനിയുടെ ഷെയർ അവർ മേടിച്ചു എന്നുള്ളത് മാത്രമാണ്, മേടിക്കാൻ ശ്രമിക്കും എന്നുള്ളത് മാത്രമാണ്. വിഴിഞ്ഞം വിവാദത്തിൽ മറുപടി പറയേണ്ടത് അദാനിയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവർ ആയിരിക്കാമെന്നും എന്നാൽ കേരളത്തിൽ അത് സാധിക്കില്ല എന്നും വേണുഗോപാൽ പറഞ്ഞു. കരാറുമായി ബന്ധപ്പെട്ട സർക്കാർ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹിരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്.
അതായത് എൻ്റെ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക, വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? കേരള ഗവൺമെൻറ് അറിയണം, ഇന്ത്യ ഗവൺമെൻറ് അറിയണം. കേരള ഗവൺമെൻറ് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഞാൻ ആ സ്റ്റാൻഡ് തന്നെ പൂർണ്ണമായി വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്തെ ഗവൺമെൻറ് കൂടി അറിയാതെ, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിന് അതിന് ചുറ്റുവട്ടത്തുള്ളത്. അത് സംസ്ഥാന ഗവൺമെൻറ് അറിയണം, അതോടൊപ്പം ഇന്ത്യ ഗവൺമെൻറ്റും അറിയണം. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ച് രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ തീരുമാനമില്ല എങ്കിൽ ധനബിൽ കോൾഡ് സ്റ്റോറേജിൽ വെക്കാനാണോ എന്നായിരുന്നു പിണറായി വിജയന്റെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ നിർബന്ധ ബുദ്ധിയും വാശിയും ബക്കാടി കമ്പനിക്ക് വേണ്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് ഇന്ന് ആരോപിച്ചു. മുൻകൂറായി ഇത്തരമൊരു നികുതി ഇളവ് നിയമത്തിൻ്റെ ഭാഗമായി പാസാക്കി വെക്കുകയാണത്. എന്തിനാണത്? കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതാണോ നിയമനിർമ്മാണം? ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബക്കാർഡിക്ക് നിയമവിരുദ്ധമായി നികുതി ഇളവ് നൽകാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻകൈ എടുക്കുന്നു എന്നത് തന്നെയാണ്. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഏർപ്പെടുത്തുന്നതിൽ മുസ്ലിം ലീഗിന് യോജിപ്പുണ്ട് എന്നായിരുന്നു മന്ത്രി KM ഷാജിയുടെ ഇന്നത്തെ പ്രതികരണം. എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നും പക്ഷേ മന്ത്രിസഭാ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ലീഗ് സപ്പോർട്ടീവ് അല്ല. ഞങ്ങൾക്ക് അതിൽ ബിരുദാഭിപ്രായം കൊണ്ടാണല്ലോ സാധിക്കൽ ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തിന് കൂടെ ഞങ്ങൾ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വിയോജിപ്പുകളുണ്ടാവും. ഞങ്ങൾ വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയാലും മദ്യം കഴിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങൾ. അതിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് ആ വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ ഇരുവരും ഒരേ പക്ഷത്തായിരുന്നുവല്ലോ നിയമസഭയിൽ ഇക്കാര്യത്തിൽ. പ്രതിപക്ഷം ഒരാശങ്ക പറയുന്നു, അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പരിശോധിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ന് അവർ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ ഉള്ളത്. എന്തു തോന്നുന്നു? അല്ല, അത് സ്വാഭാവികമായിട്ടും അതങ്ങനെ കൂടുതൽ ഈ മാറ്റം വരുമല്ലോ. പക്ഷേ നമ്മൾ പൊതുജനത്തിന് നമുക്കിത് വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുമ്പോൾ ഒരു സാധാരണതയുള്ളത്, ഒരു എളുപ്പമുള്ളത്, രണ്ടുപേരും ഇതിനെ എതിർക്കുകയാണ്. ഇത് ശരിയല്ല എന്ന അഭിപ്രായം ഇന്നലെ മുതൽ തന്നെ പറയുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയും സഭയിൽ പറഞ്ഞ കാര്യം അതാണ്, പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ്. ഇന്നിപ്പോൾ KC വേണുഗോപാൽ എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട്, ഇന്ന് പ്രതിപക്ഷ നേതാവ് കാര്യമായിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യത്തിൽ ശരിയല്ലാത്തത് നടന്നു എന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും യോജിക്കുകയാണ് എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ സംശയമില്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. ഇപ്പം BJP മാത്രമേ ഒരുപക്ഷേ അവരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടില്ല, പക്ഷേ അവർക്ക് മാത്രമേ എന്തെങ്കിലും അഭിപ്രായം വ്യത്യസ്തമായിട്ടുണ്ടാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ വോട്ടിനെയും പ്രതിനിധീകരിക്കുന്ന ഇരു മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, അത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിലപാടെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത് ശരിയല്ലാത്തൊരു കാര്യം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് നമുക്ക് ഇതിനകം വ്യക്തമാണല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പാടുള്ളൂ എന്ന നിബന്ധന അങ്ങനെ ഉണ്ടായിരിക്കെ ആ നിബന്ധനയെ മറികടന്ന് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, ഇങ്ങനൊരു നീക്കം നടത്താൻ ഇവർക്കെങ്ങനെ ധൈര്യമുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് അദ്ദേഹം ചോദിച്ചല്ലോ. അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഈ മൊത്തം വിഷയത്തിലേത് എന്ന തോന്നലാണ് സത്യസന്ധമായിട്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴും അതിനു മുമ്പും ഒക്കെ ഉള്ളത്. അതായത് എങ്ങനെ ധൈര്യമുണ്ടായി? കേരളത്തിൻ്റെ നമ്മളെല്ലാ മലയാളികളുടെയും ഏറ്റവും പരമപ്രധാനമായ സ്വത്തുക്കളിൽ ഒന്നാണ് ഈ വിഴിഞ്ഞം പോർട്ട്. കാരണം അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ 2500 കോടി രൂപയാണ് അദാനി ഇതിൽ മുതൽ മുടക്കി നിക്ഷേപിച്ചത് ആദ്യഘട്ടത്തിൽ. അവരിപ്പോൾ 2020 തുടങ്ങിയിട്ട് 2026 അവർ ഈ 2600 രൂപ നിക്ഷേപിച്ച അവരുടെ കമ്പനിയുടെ 49% 13,000 കോടിക്കാണ് വിറ്റിരിക്കുന്നത്. അല്ലേ? 13 എന്ന് വെച്ചാൽ പകുതി ഷെയർ കൊടുക്കുമ്പോൾ തന്നെ 13,000 കോടി അവർക്ക് കിട്ടി. എന്ന് വെച്ചാൽ അതിൻ്റെ ആക്ച്വൽ തുക നമ്മൾ വെറുതെ റഫായിട്ട് കണക്കെടുത്താൽ 26,000 കോടി രൂപയാണ്. 2600 കോടി മുടക്കിയവന് 26,000 കോടി രൂപ കയ്യിലേക്ക് വന്നു. അതിൻ്റെ മുതൽ മുടക്ക് വർദ്ധിച്ചു എന്നത് നിസ്സാരമായ കാര്യമേ അല്ലല്ലോ. അപ്പോൾ അത്രയും വലിയ ലാഭകരമായൊരു പരിപാടിയാണിത്. ശരിയാണ്, അദാനി പോർട്ടാണിത് ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുക്കിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതുകൊണ്ടല്ല
അത് ഇത്രയ്ക്ക് മൂല്യവത്തായിട്ട് ഈ കാലത്തിനകത്ത് 6 വർഷത്തിനടുക്ക് മാറിയത്. മറിച്ച് അത് തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഇരിക്കുന്നത്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾ നടപ്പാക്കാനുള്ള നമ്മുടെ ദീർഘകാലമായിട്ടുള്ള പദ്ധതികളുടെയൊക്കെ ആകെ ഒരു തുകയാണ്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള അത്രമാത്രം വാല്യൂബിൾ ആയിട്ടുള്ളൊരു സംഗതിയിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി വന്ന ആൾ നമ്മളോട് പറയണമെന്നിരിക്കെ നമ്മളോട് പറയുക പോലും ചെയ്യാതെ വേറൊരു മുതലാളിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. നമ്മുടെ വീട്ടിൽ പണിയേൽപ്പിച്ചിരിക്കുന്ന ഒരാൾ നമ്മുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ, അയാൾ തട്ടിപ്പുകാരനോ വെട്ടിപ്പുകാരനോ നമുക്കറിയില്ല. ഇവിടെ അങ്ങനത്തെ ഒരു താരതമ്യമില്ല. കാരണം MSC പോർട്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഈ ഷിപ്പിംഗ് കമ്പനി വരുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങളുണ്ടാവും. കാരണം ഇത് ലോകത്ത് 2 ലക്ഷത്തോളം ജീവനക്കാരുള്ള 900-ലേറെ 1000-നടുത്ത് ഷിപ്പുകൾ ഇങ്ങനെ നടത്തുന്ന ഒരുപാട് തുറമുഖങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ പരിചയമുള്ള ആളുകളാണ്, കമ്പനിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ലാഭം നമുക്കാണ് കിട്ടേണ്ടത്. 1. 2, ഇതെന്ത് നടക്കുമ്പോഴും നമ്മൾ അറിയണം കേരളത്തിൻ്റെ ജനതയാണ് ഇതിൻ്റെ ഉടമസ്ഥർ. കേരളത്തിലെ സർക്കാർ പോലുമല്ല, കേരള ജനതയുടെ പൊതു ഉടമസ്ഥയുള്ള പല സംവിധാനങ്ങളിലൊന്നും അതിൻ്റെ നടത്തിപ്പ് ചുമതല നമ്മൾ ഈ സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ നടപ്പാക്കുകയാണ്. സർക്കാർ ഈ പറയുന്ന കമ്പനി ആ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളൊരു കമ്പനിയെ നടത്തുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഗതി അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിന് മുൻകൂർ അംഗീകാരം വേണം. ഇന്ന് പ്രതിപക്ഷ നേതാക്കാരെ ചൂണ്ടിക്കാണിച്ചു മുൻകൂർ അംഗീകാരം വേണമെന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ഈ ക്ലോസിൽ. എന്നിട്ടാണ് മുൻകൂർ അംഗീകാരം എടുക്കാതെ നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഈ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കൈമാറൽ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തി ഒരു സമ്പൂർണ്ണ എഗ്രിമെൻ്റായി മാറുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതി എടുത്താൽ മതി എന്നായിരുന്നു നമ്മുടെ വിചാരമെങ്കിൽ അങ്ങനെയല്ല. ഇതിനകത്ത് മുൻകൂർ അനുമതി തന്നെയും വേണം. എന്ന് വെച്ചാൽ ഞാൻ ശ്യാമിലിക്ക് എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ കൈമാറുകയാണെങ്കിൽ ആദ്യമേ ഞാൻ ഈ പറയുന്ന മുതലാളിയെ അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ കേരള സർക്കാരിനെ അറിയിച്ചിരിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ധൈര്യം, എനിക്കവർ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എനിക്കവർ സമ്മതം തന്നുകൊള്ളും എന്നൊരു ധൈര്യം എനിക്കുണ്ടാകണം, അദാനിക്കുണ്ടാകണം. അതായത് ഇത് കൊടുത്ത് 13,000 കോടി രൂപ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അത് കുഴപ്പമില്ല, കേരള സർക്കാരല്ലേ എനിക്ക് തന്നുകൊള്ളുമെന്ന ധൈര്യം എങ്ങനെ വന്നു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം സാങ്കത്യമുള്ളതാകുന്നത് അവിടെയാണ്. എങ്ങനെ ആ ധൈര്യം വന്നു? അദാനിക്ക് ഇപ്പോൾ പിണറായി വിജയന് ചോദിക്കാം, അല്ലെങ്കിൽ KN ബാലഗോപാലിന് ചോദിക്കാം, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ധൈര്യം അവർ കാണിച്ചില്ലല്ലോ. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സർക്കാർ ഭരിക്കുമ്പോൾ, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ, 2ാം പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ ഈ അദാനിയോടും ഗൗതം അദാനിയോടും കരൺ അദാനിയോടും ഒക്കെ വളരെ സ്നേഹത്തോടെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന, മീറ്റുകൾ നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ സർക്കാർ എവിടെയുള്ളപ്പോൾ അപ്പോൾ ഈ കച്ചവടം നടത്താൻ MSC പോർട്ടുമായിട്ട് ഇവർ എഗ്രിമെൻറ്റിന് പോയില്ലല്ലോ. ആ ധൈര്യം അവർ കാണിച്ചില്ലല്ലോ. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് എന്താണ് ആ ധൈര്യം എന്ന ചോദ്യം രാഷ്ട്രീയമായിട്ടും നിലനിൽക്കും, സാങ്കേതികമായിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും നിലനിൽക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ വിമാനയാത്ര, ഞാനതിനെക്കുറിച്ച് അത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതുവരെയുള്ള RDX ഒന്നും ഞാൻ എന്തെങ്കിലും തരത്തിൽ അതൊരു കുറ്റമായിട്ടോ ഒരു രാഷ്ട്രീയ പ്രവർത്തനം യാത്ര ചെയ്യാനുള്ള കാര്യമില്ല. അതൊരു എന്തൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പിടിച്ച യാത്രയാണെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ള ധാരണയുള്ളതുകൊണ്ട് ഒരിക്കൽ പോലും അതിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോഴും ഞാൻ നെഗറ്റീവ് ഷെയ്ഡിൽ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ പതുക്കെ CPM-കാരും CPI-കാരും പ്രതിപക്ഷക്കാർ ഇത് കണ്ടില്ലേ ഈ യാത്രയുടെ ഭാഗമാണ്, അദാനിയുമായിട്ടുള്ള ബന്ധമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയുകയാണ് ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകൾ ആ ഭാഗത്തേക്ക് കൂടെ നോക്കേണ്ടി വരും. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ എന്ന തോന്നൽ വരും. അവിടെ KC വേണുഗോപാൽ എത്രയൊക്കെ ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് പദവിക്കുള്ള റേസിൽ ഈ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഉണ്ടായിരുന്നു. അപ്പോൾ VD സതീശൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് ചില പോയിന്റ് കിട്ടും, അദ്ദേഹം പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിക്കുകയാണെന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ഒരു സംഗതി അതിനകത്ത് ഉണ്ടാകാം. പക്ഷേ അത് മാത്രമല്ലല്ലോ, അദ്ദേഹം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നേതാവല്ലേ. അദ്ദേഹം പറയാണ് ഇതിങ്ങനെ അദാനിക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത്, അദാനി വിശദീകരിക്കണം എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ ഉണ്ടാകുന്നു? അദാനി അപ്പോൾ ഇത് KC വേണുഗോപാലിനെ പോലെ വളരെ സുപ്രധാനമായിട്ടൊരു കോൺഗ്രസ് നേതാവ് പറയുകയാണ്. കാരണം അദ്ദേഹത്തിന് പറയണം, അദ്ദേഹത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അദാനിക്കെതിരായിട്ടുള്ള നിലപാട് ആവർത്തിച്ചെടുക്കുന്നയാളാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്. അപ്പോൾ എങ്ങനെ വന്നു എന്നതിന് വിശദീകരണം VD സതീശൻ മുഖ്യമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രി കേരള ജനതയോട് പറയണം. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യത്തെ അല്ല വ്യക്തമാക്കുന്നത്, സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു വിഷമ സാഹചര്യത്തിലേ വ്യക്തമാക്കുന്നത്. നമ്മുടെ അതിസങ്കീർണമായിട്ടുള്ള അതിപ്രാധാന്യമുള്ള തന്ത്രപ്രാധാന്യമുള്ള ഒരു കടൽ തീരത്ത് കിടക്കുന്ന വിഴിഞ്ഞം പോർട്ട്, ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ നടത്തിപ്പിനായി കൊണ്ടുവന്നൊരു കമ്പനിയിൽ മറ്റൊരു വലിയ ലോകത്തെ ഭീമാകാരനായിട്ടുള്ളൊരു പ്ലെയർ വന്നിട്ട് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അങ്ങ് വാങ്ങിച്ചുകൊണ്ടും അതിൻ്റെ നിയന്ത്രണാധികാരം തന്നെയും സ്വന്തമാക്കുന്ന വിധത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ തന്നെയും പറയുമ്പോൾ നമ്മളൊരല്പം പേടിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. നാട്ടുകാരാകപ്പാടെ അയ്യോ നമ്മുടെ നഷ്ടമാണല്ലോ, അത് മുഖ്യമന്ത്രിയോട് പറയണ്ടേ, മുഖ്യമന്ത്രി അറിയണ്ടേ. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നന്നായിട്ട് ഇടപെട്ടു, പ്രതിപക്ഷ പറഞ്ഞ കാര്യത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു, ഇന്നിപ്പോൾ കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ധൈര്യം എങ്ങനെ വന്നു? ഇപ്പോൾ പിണറായി വിജയൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകളും പറയില്ലേ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണെങ്കിൽ ഈ ധൈര്യം ഇയാൾ കാണിക്കില്ലായിരുന്നു എന്ന് പറയില്ലേ.
പറയില്ലേ? അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന കാര്യം അവിടെ വരികയാണ്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടുന്നൊരു കാര്യം, ഞാൻ ഓർക്കുന്നൊരു കാര്യം ഈ നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയാണ്. നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ 2004 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആദ്യകാലത്തെ കരാറ് വലിയ മാറ്റങ്ങളോടെയാണ് പിന്നീട് VS അച്യുതാനന്ദൻ വന്ന് വലിയ സമരങ്ങൾക്കൊടുവിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിലുള്ളത്, കുറേ കൂടെ വിശദമായിട്ട് പരിശോധിക്കുകയും സംസാരിക്കാൻ വേണ്ട കാര്യമാണ്. എന്നാൽ എൻ്റെ ഓർമ്മയിലുള്ളത് ഈ ടീകോം എന്ന് പറയുന്ന കമ്പനിക്ക് 12% ഭൂമി, 246 ഏക്കർ ഭൂമിയാണ് സ്മാർട്ട് സിറ്റിക്ക് ആകെ, നമ്മുടെ ഈ കാക്കനാടുള്ളത് 246 ഏക്കർ ഭൂമിയാണ് ആകെപ്പാടെ പദ്ധതി പ്രദേശം. ഈ സ്മാർട്ട് സിറ്റി ഐ ടി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണല്ലോ. അപ്പോൾ ടീകോവിന് പക്ഷേ ആ 246-ൽ 12% ഭൂമി ഫ്രീ ഹോൾഡായിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്വതന്ത്രമായിട്ട് എന്തും നടത്താം, അത് അവർക്ക് എന്ത് വികസന പ്രവർത്തനങ്ങളും നടത്താമെന്ന വളരെ ഫ്രീ ഹോൾഡ് എന്ന വളരെ ഫ്രീ ആയിട്ടുള്ളൊരു അഗ്രിമെൻ്റ് ആയിരുന്നു 2004 ഉണ്ടായിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ, നമുക്കറിയാമല്ലോ VS അച്യുതാനന്ദനെ, കേരളം കണ്ട ഏറ്റവും ഇത്തരം കാര്യങ്ങളിൽ കാർക്കശ്യമുള്ള മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടുകയും അതിശക്തമായിട്ട് ഇതേ സംബന്ധിച്ച് നിരന്തരമായുള്ള സമരങ്ങളും മറ്റു ഇടപെടലുകളും നടത്തിയിട്ട് അവസാനം ഈ 12% ഭൂമിയും എന്ന് വെച്ചാൽ അവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവിടെ കുറേ പദ്ധതികൾ നടപ്പാക്കുക, അതിനകത്ത് ഒരു വലിയ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ടൗൺഷിപ്പായിട്ട് ഉയർന്നു വന്നാൽ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വലിയ ടൗൺഷിപ്പായിട്ട് ഉയർന്നു വന്നാൽ അതിനകത്ത് പൊന്നും വിലയുള്ള 12 ഏക്കർ ഭൂമിയിൽ ഇവർക്ക് തോന്നുന്ന പോലുള്ള വികസന പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് പരിപാടി, ഹോട്ടൽ, മറ്റ് ബിസിനസ്സുകൾ ഒക്കെ നടത്താവുന്ന ഒരു സ്ഥലം അവരുടെ കൈവശം ഉണ്ടായിരുന്നപ്പോൾ VS അച്യുതാനന്ദനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും പറഞ്ഞു, സ്വാഭാവികമായിട്ടും അവിടെ സ്മാർട്ട് സിറ്റി ഉണ്ടായാൽ ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന മണ്ണല്ല, പിന്നീട് അതിൻ്റെ പൊന്നും വിലയായിട്ട്, അല്ലെങ്കിൽ പറയാവുന്നതിൽ ഏറ്റവും വലിയ വാക്കായതുകൊണ്ടാണ്, പൊന്നും വിലയായിട്ട് ഉയരുകയും ആ 12 ഏക്കർ ഭൂമിക്ക് ഇപ്പോൾ കാണുന്നതിനേക്കാൾ ഇരട്ടി വില മൂല്യം ഉണ്ടാവുകയും ചെയ്യും. അത് കേരളത്തിൻ്റെ സ്വത്തായിരിക്കണം, നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും നിയന്ത്രണാവകാശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് കാർക്കശ്യത്തോടെ പറഞ്ഞിട്ട് ആ ക്ലോസ് മാറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ ഇതിൻ്റെ കാര്യത്തിലേക്ക് പോയത്. അപ്പോൾ അത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിനെ നടപ്പാക്കാൻ വരുമ്പോൾ UDF ഇപ്പോഴും പറയുന്നത് അതുകൊണ്ട് പദ്ധതി ഒരുപാട് വൈകിപ്പോയി, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല എന്നാണ്. പക്ഷേ നോക്കൂ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഉണ്ട്. ആ സ്മാർട്ട് സിറ്റിയുടെ ഭൂമി അവിടെ എത്രമാത്രം വലുതായി കഴിഞ്ഞാലും കുറേയേറെ നിയന്ത്രണ പങ്കാളിത്തം നമുക്ക് തന്നെയാണുള്ളത്, സംസ്ഥാനത്തിന് തന്നെയാണുള്ളത്. വിഴിഞ്ഞം പോലെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പൊതു സ്വത്തായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ VS അച്യുതാനന്ദൻ സർക്കാർ കാണിച്ചത്, അന്നിപ്പോൾ VS അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ഇടപെട്ട ആൾ അന്ന് അദ്ദേഹത്തിൻ്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ആണ്. ജോസഫ് സി മാത്യു ഇപ്പോൾ ഇപ്പുറത്താണ്, UDF-നോട് ആഭിമുഖ്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താണ് ഇങ്ങനൊരു പൊതു സംവിധാനത്തിനകത്തേക്ക് ഭൂമി എടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സംവിധാനം വരുമ്പോൾ അതിനകത്ത് സർക്കാരിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് യഥാർത്ഥത്തിൽ VD സതീശൻ ജോസഫ് സി മാത്യുവിനോട് പറഞ്ഞു കൊടുത്താൽ ഈ ഉദാഹരണം വെച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അപ്പോൾ വിഴിഞ്ഞത്ത് ആ നിലക്ക് ഇപ്പോൾ VD സതീശൻ എന്തെങ്കിലും കുഴപ്പം ചെയ്തു എന്നതിലേക്ക് പറയാൻ പറ്റുന്നില്ല. വിഴിഞ്ഞത്ത് ആ നിലക്കൊരു സംഗതിയുണ്ട്. പിന്നെ ഇന്ന് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ശ്യാമിലേക്ക് വരാം. അതായത് നമ്മുടെ ദേശാഭിമാനി ഇന്നലത്തെ വാർത്ത തിരുത്തി എന്ന് പറയുമ്പോഴും ഇന്നും ദേശാഭിമാനി തെറ്റായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഷെയർ കൈമാറി ഈ MSCക്ക് എന്നാണ് അവർ ഫസ്റ്റ് ലൈൻ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് മുൻ പേജിലെ ലീഡ് വാർത്തയുടെ എന്ന് വെച്ചാൽ തിരുത്തലോടെയുള്ള ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണത്തോടെയുള്ള ലീഡ് വാർത്തയുടെ ആദ്യ ലൈന് തന്നെയും ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഷെയർ കൈമാറി MSC പോർട്ടിനെന്നാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണത്. നമ്മൾ ഇന്നലെയും പറഞ്ഞാണ്, വിഴിഞ്ഞം പോർട്ടിന് 49% അല്ല, വിഴിഞ്ഞം പോർട്ട് നടപ്പാക്കുന്ന വിഴിഞ്ഞത്തെ അദാനി കമ്പനിയുടെ 45% ഷെയർ ഈ ഇവർക്ക് MSC പോർട്ടിന് കൊടുത്തിരിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, KN ബാലഗോപാൽ, MV ഗോവിന്ദൻ മാസ്റ്റർ, തോമസ് ഐസക് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ദേശാഭിമാനി ഇപ്പോഴും അങ്ങനെയായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം അത് ചെറിയ തെറ്റല്ല, നിസ്സാരമായ തെറ്റല്ല. നമുക്കും ഇന്നലെ ഈ RDSൽ പറ്റി നിസ്സാരമായ തെറ്റല്ല. കാരണം ഇതാ കമ്പനിക്ക് മാത്രമാണ് ഇതിൻ്റെ ലാഭം വരുന്നത്. നേരത്തെ KN ബാലഗോപാൽ പറഞ്ഞല്ലോ, ഇത് വിഴിഞ്ഞം പോർട്ടിനകത്തേക്ക് 13,000 MSC ഷെയർ വാങ്ങിയെന്ന് പറയുമ്പോൾ MSC ഇടുന്ന 13,000 കോടി രൂപ വിഴിഞ്ഞം പോർട്ടിനായിട്ടാണ് വരിക. അതുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ മനോരമ മാതൃഭൂമി അടക്കമുള്ള ആളുകളെല്ലാം തെറ്റിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇത് അവർക്ക് മാത്രമേ ലാഭം ഉണ്ടാവുമെന്ന് നേരത്തെ KN ബാലഗോപാൽ പറഞ്ഞില്ല. അത് അവരുടെ പോക്കറ്റിലേക്ക് വരുന്ന പണമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ റിപ്പോർട്ടിംഗ് കൂടെ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തുമായിരിക്കും അടുത്ത ദിവസം പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ഇതിൽ നമുക്ക് മുന്നിലുള്ള ഡാറ്റ എന്നുള്ളത് ഈ ഓഹരി കൈമാറ്റം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദാനി പോർട്ട് സെബിക്ക് കൊടുത്തൊരു കത്ത്, പിന്നൊന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നിര മുഴുവൻ അറിയിച്ചൊരാശങ്ക, 5-6 ആശങ്കയുണ്ട്. അത് മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് മറുപടി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി VD സതീശൻ. അത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ അറിയിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നൊന്നുള്ളത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് വന്നിട്ട് ഇതിൻ്റെ ബാക്കിയായി അതിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയാണ് ഉണ്ടായത്. ഇത്രയും ഡാറ്റകളാണ് നമ്മളെ സംബന്ധിച്ച് ഇതിലുള്ളത്. ബാക്കി ഇതിൻ്റെ കരാർ കാര്യവും മറ്റു കാര്യങ്ങളും ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് സനീഷ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു. KN ബാലഗോപാലിൻ്റെ പ്രതികരണവും വളരെ പ്രസക്തമാണ്.
ഈ പോയിരിക്കുന്നത് വമ്പൻ നിക്ഷേപം എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല, കരക്ക് ഇരുന്ന് കളി കാണുക മാത്രമേ ഉള്ളൂ. അത് മുഴുവൻ പോയിരിക്കുന്നത് അദാനിക്കാണ് എന്നുള്ളതും കൂടെയുള്ള ഇത്രയും ഡീറ്റെയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇന്നലെ നമ്മൾ ശങ്കിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ സംസ്ഥാന താല്പര്യം എന്നുള്ളത്. അതേ ആശങ്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നു. സംസ്ഥാന താല്പര്യത്തെ ഹനിക്കുമല്ലോ ഇത് എന്നുള്ളത് ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്കും തോന്നുന്ന കാര്യം. അതിൽ നിലവിൽ ഈ ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മാത്രവുമല്ല, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവിലും ഇതേ സമാന ആശങ്ക ഉണ്ട്. വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ്. അതായത് സംസ്ഥാന താല്പര്യമല്ല, കോർപ്പറേറ്റ് താല്പര്യമാണ് നിലവിലിവിടെ നടപ്പാക്കപ്പെടുന്നത് എന്നതുപോലെയുണ്ട്. അതിന് നമുക്ക് നിലവിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോഴാരെയും അതിന് ഉപോത്ഫലകമായി നീക്കങ്ങൾ നടത്തുന്നു എന്ന നിലയ്ക്ക് ഒരു പ്രതിക്കൂട്ടിൽ നമുക്ക് മാധ്യമങ്ങളെന്ന നിലയ്ക്ക് നമ്മൾക്ക് വെക്കാനായിട്ടില്ല. പക്ഷെ പ്രതിപക്ഷം നിലവിൽ ആരോപണം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വന്ന് ഇവിടെ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് ഇന്ന് വന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അത് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും കേൾക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറയാണ് ഇതിന് മുൻകൂർ അനുമതി വേണം. അതായത് MSCയുമായുള്ള ഓഹരി കൈമാറ്റത്തിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ ഈ കൈമാറ്റം ജൂൺ 29 തന്നെ MSCയുമായി അദാനി പോർട്ട് നടത്തിയെന്ന് പറഞ്ഞ് സെബിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ധൈര്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത്. ഇതേ കാര്യമാണ് ഇന്ന് KC വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്ത് നിന്ന് ഉള്ള കാര്യം, ഇത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആളാണ് അത് ചോദിച്ചിരിക്കുന്നത്. ഈ ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് മാത്രമല്ല, സൂപ്പർ സർക്കാരാകാൻ വേണ്ടി അത് വലിയ വാക്കാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത് ഓക്കെയാണ്, കേരളത്തിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ചൂണ്ടുവലകയാണ് സത്യത്തിൽ. ഇത് ഈ ബൈറ്റുകൾ വീണ്ടും വീണ്ടും മലയാള ടെലിവിഷൻ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും കേൾപ്പിക്കേണ്ടി വരും. വീണ്ടും വീണ്ടും പല സാഹചര്യത്തിൽ ഇത് എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത് ഓക്കെയാണ്, പക്ഷേ ഈ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത് സൂപ്പർ സർക്കാരാവാൻ അദാനി ശ്രമിക്കേണ്ട, ഇത് അദാനി വിശദീകരിക്കണമെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ ധൈര്യം എങ്ങനെ വന്നു? ഈ അദാനി ഇത് വിശദീകരിക്കണം, സൂപ്പർ സർക്കാരാവാൻ നോക്കണ്ട, ഈ രണ്ട് ചോദ്യങ്ങളും നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനും ബാധകമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം നിയമസഭയിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നൊരു കാര്യമല്ല. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രി; രണ്ട്, തുറമുഖം എന്നുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഈ രണ്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിന് ഇതിലും വലിയൊരു സുവർണാവസരമുണ്ട്. അവരത് ചോദിക്കില്ലേ, എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യം മുൻകൂർ അനുമതി വേണമെന്നിരിക്കെ. അപ്പോൾ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയില്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ എന്ത് വിചാരിക്കും? ഈ സംസ്ഥാനത്ത് എന്തും നടക്കും, ഇതൊരു വെറും വെള്ളരിക്ക പട്ടണമാണ് എന്നല്ലേ വിചാരിക്കുക? അതാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ. ഇത് വെള്ളരിക്ക പട്ടണമാണ്, ഇവിടെ എന്തും നടക്കും. ഈ പറയുന്നത് പോലെ അങ്ങനെയല്ലേ അത് വന്ന് ഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതൃപ്തി അറിയിച്ചത് കൊണ്ട് മാത്രമായോ? അതൊരു മൃദു സമീപനമല്ലേ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കരാർ പരിശോധിച്ച് ഇതിൽ ഇടപെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആദ്യമേ ഈ മൂർച്ച ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ. ഇത്തരം നിലപാടുകൾ ആദ്യമേ എടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. എന്നാലും ശരി, ഇന്ന് ഈ നിലയ്ക്ക് കത്തെഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം അതിൽ പ്രസക്തമാണ്. അതിന് വ്യക്തമായ ഒരു മറുപടിയും വിശദീകരണവും നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് എന്ത് നടക്കും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിന് വഴങ്ങിയോ എന്നുള്ളൊരു ചോദ്യം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സർക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും നമ്മൾക്കടക്കം ഇവിടെ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഇതുവരെ RDXലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർത്താ ബുള്ളറ്റിനിലോ ഒരു വാർത്താ ശകലമായിട്ട് ഒരു SFNO ആയിട്ട് പോലും നമ്മളിത് കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള മംഗലാപുരം യാത്രയും ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. എന്തായിരുന്നു അതിലെ ഒരു താല്പര്യം എന്നുള്ള ചോദ്യം വരുമ്പോൾ അതൊരു സ്വകാര്യ സന്ദർശനം എന്ന നിലയ്ക്ക് മാത്രം കണ്ടുകൊണ്ട് മാറി നിന്ന് അതിനെ കാണുകയാണ്. പക്ഷേ ഇത് മുഴുവൻ ആയുധമാക്കുകയാണ്, ഇതിനോട് കണക്ട് ചെയ്യുകയാണ്. ലോജിക്കലി നമുക്ക് നിലവിൽ അതിനെ കണക്ട് ചെയ്യിപ്പിക്കാനുള്ള മറ്റു കാര്യങ്ങളില്ല. അണ്ടിൽ അദ്ദേഹം പറയുന്നത് വരെ മുഖ്യമന്ത്രി VD സതീശൻ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അതുകൂടി ചേർത്ത് ഉൾപ്പെടുത്തി ഒരു ക്ലാരിറ്റി വരുത്താനുള്ള അധിക ബാധ്യത ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലാത്ത പക്ഷം അദാനിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയോ എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ഉയരും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് താല്പര്യമാണ് നിലവിൽ നടപ്പാക്കപ്പെടുന്നത് എന്ന് തോന്നിക്കുന്ന ഒന്നാമത്തെ ഉദാഹരണം. അതിനു മുമ്പുള്ള ഉദാഹരണമാണ് മറ്റൊന്ന്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് എന്നുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ധനബില്ലിൽ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അതങ്ങനെയായി. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ഇന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് പറഞ്ഞത്, ഇതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന സംസ്ഥാനത്തെ അറിയിക്കേണ്ടതാണ്, പക്ഷെ അറിയിച്ചില്ല എന്നുള്ളത്. അതായത് മറ്റൊന്നും ഇതിനടിയിലില്ല
എന്നാണ് വിശ്വസിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. VM സുധീരൻ അടക്കം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ, ഒരു വേള കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിൽ KC വേണുഗോപാൽ, മദ്യനയത്തിൻ്റെ കാര്യത്തിലും സർക്കാർ അനുകൂലമായി ജനങ്ങളുടെ ഹിതമനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കുള്ളൂ എന്ന് പറയുന്നു, ലീഗ് പറയുന്നു, സമസ്ത പറയുന്നു, KCBC പറയുന്നു, ഇവരെല്ലാവരും പറയുന്നുണ്ട്. ഇത്രയും അധികം എതിർപ്പ് അവഗണിച്ചുകൊണ്ടും അദ്ദേഹം ഈ കാര്യം നടക്കുകയാണ്. എന്താണ് പ്രധാന ആരോപണം? ബക്കാടിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് നടത്തിയിരിക്കുന്നത്. അതായത് മുൻ സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഹോട്ടി വൈനുകൾ, ഇത്തരം പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാം എന്നുള്ള കാര്യമാണ് മുൻ സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുൻപിൽ ഡാറ്റകളുണ്ട്. അങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം ഇത് നടപ്പാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ടല്ലോ. നിങ്ങളാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിച്ചിരിക്കുന്നത്, ആ നികുതി തന്നെയാണ് ഞങ്ങളിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് എന്നേ ഉള്ളൂ എന്ന് വളരെ ലഘൂകരിച്ചുകൊണ്ടും സ്വന്തം മുന്നണിക്ക് വേണ്ടി അതിനെ ലഘൂകരിക്കുവാനും മറ്റുള്ളവരെ കടന്നാക്രമിച്ച് നടത്തുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അതല്ലല്ലോ വസ്തുത എന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും പ്രധാന ആയുധം മറ്റൊരു കോർപ്പറേറ്റിന് വേണ്ടി കളമൊരുക്കുകയാണോ എന്നുള്ള ചോദ്യമാണ്. അതുമുണ്ട്. അപ്പോൾ ഇതിനൊന്നും വ്യക്തമായ മറുപടിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത് പോലെയുള്ളത്, നിലവിൽ സംസ്ഥാന താല്പര്യം എന്നുള്ളത്, അതായത് LDF സർക്കാരിൽ അതിനൊരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത്തരം താല്പര്യം പോലും അവശേഷിപ്പിക്കാതെയാണ് നിലവിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംസ്ഥാന താല്പര്യം എന്നുള്ളതൊക്കെ പണ്ട്, നിലവിൽ കോർപ്പറേറ്റുകളുടെ താല്പര്യം ഇവിടെ നടപ്പാക്കുന്നത് പോലെയുള്ള അടുപ്പിച്ചടുപ്പിച്ചുള്ള ഉദാഹരണങ്ങളാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു? മുഖ്യമന്ത്രിക്കാണെങ്കിലും ഒന്നാമത്തെ കാര്യത്തിൽ വീര്യം കുറഞ്ഞ നികുതി ഇളവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനോട് നമുക്ക് ഇനി എന്തായാലും ചോദിക്കാം, ഇതിനെങ്ങനെ ധൈര്യം വരുന്നു? കാരണം മുഴുവൻ മുന്നണിയെ തന്നെ ഒരു വേള ഇരുട്ടിൽ നിർത്തുന്നു. ഒരു ഭാഗത്ത് മന്ത്രിസഭയിൽ തന്നെ ഇന്ന് KM ഷാജി പറഞ്ഞില്ലേ, യോജിച്ചുകൊണ്ട് വിയോജിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗതികേടിലേക്ക് സഖ്യകക്ഷിയെയും ഒരു മന്ത്രിസഭയിലെ പലരെയും ആ നിലക്കുകൊണ്ട് വരുതിയിൽ വരുത്തുന്ന ഒരു തരം ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ട് നമുക്ക് ആ കാര്യം എന്തായാലും ചോദിക്കുക, എങ്ങനെ ഇതിന് ധൈര്യം വരുന്നു? മറ്റേ കാര്യത്തിന് അദ്ദേഹം തന്നെ വിശദീകരിക്കണം, ഇതിനെങ്ങനെ ധൈര്യം വരുന്നു, അവർക്കെങ്ങനെയാണ് വന്നത്, അതുവഴി ഇദ്ദേഹവും അത് പറയണം. അല്ലെങ്കിൽ ഇവിടെ എന്ത് നടക്കും എന്ന് തോന്നിപ്പോവും ഈ സർക്കാരിന് കീഴിൽ. അങ്ങനെ പാടില്ലല്ലോ. അത്രയും അധികം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്കല്ലേ ഇവരെ പറഞ്ഞയച്ചിരിക്കുന്നത്. വെറും സീറ്റുകളല്ല, 102 സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയ കളിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലോക മാരിടൈം ഭൂപടത്തിൽ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം കൈവരിച്ച നേട്ടങ്ങൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. നാൾക്ക് നാൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യവും സാധ്യതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കമ്പനിക്കും മത്സരാധിഷ്ഠിതമായി സേവനം ലഭ്യമാകേണ്ട മൾട്ടി സിസ്റ്റം രീതിയാണ് വിഴിഞ്ഞത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ അദാനിയുടെ ഷെയറിൻ്റെ 49% ഈ മേഖലയിലെ ഏറ്റവും വലിയ ഭീമന്മാരായ MSC വാങ്ങുന്നതോടെ സംസ്ഥാനം ഉദ്ദേശിച്ചതുപോലെ മത്സരാധിഷ്ഠിത വ്യാപാരം നടക്കുമോ എന്നതിൽ സംശയമുയർന്നിട്ടുണ്ട്. ഓഹരി വിഹിതം 74% വരെ വിൽക്കാമെന്ന അദാനി പോർട്സിൻ്റെ വാദവും ഏറെ ഗൗരവമുള്ളതാണ്. എന്നാൽ ഇതെല്ലാം നടക്കുന്നത് സർക്കാരിനെ അറിയിക്കാതെയാണ് എന്നതാണ് സർക്കാരിൻ്റെ തന്നെ വാദം. അത്തരമൊരു നീക്കം കമ്പനിയുടെ ചട്ടലംഘനമായി വിശേഷിപ്പിക്കാമെങ്കിലും തുറമുഖത്തിൻ്റെ ആസ്തികളിലും കരാർ വ്യവസ്ഥകളിലും സമ്പൂർണ്ണ നിയന്ത്രണമുള്ള സർക്കാരിന് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നതടക്കം പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിവാദം വരുന്നതെന്നതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സർക്കാരിന് ഏറെ വരുമാനം നൽകിക്കൊടുക്കേണ്ട വിഴിഞ്ഞം തുറമുഖം സ്വകാര്യ കമ്പനികളുടെ അധീനതയിലേക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത് സംസ്ഥാന താൽപ്പര്യത്തിന് ചേർന്നതല്ല എന്നു മാത്രം ഓർമ്മിപ്പിക്കുന്നു.